ആ ഫോണിൽ സംസാരിച്ചിങ്ങായിട്ട് എങ്ങനെ നിങ്ങൾ ഫോണിൽ ടാക്കിൾ ചെയ്യണം, ആ ഫോൺ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അത് നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രസാദ് സാർ. ഫോണിൽ നമ്മൾ ഉസാറാക്കും. അത് ഡമ്മി ഫോൺ ചാനൽ വരുന്ന കണക്ട് ചെയ്ത് കൊടുത്തേ, നമുക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന ഫോൺ കണക്ട് ചെയ്താലേ സാർ ഒന്ന് പുഷപ്പ് ചെയ്തോട്ടെ. ഇതെന്താ ഇത്? ജിമ്മാണ് ഇത് സ്റ്റുഡിയോ ആണ് സാർ. ബോഡി ഫ്രെയിമിൽ വരുമ്പോഴേ എന്നാ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇതൊന്ന് ഊരി തരാൻ പറ്റും? ഞാനിതൊന്ന് ഊരാൻ സാർ, ഊരാൻ പാടില്ല. ഇവിടെ ഗ്ലെയർ ശരിക്കും അടിക്കുന്നു. ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ. അതെ, ഇവിടുത്തെ തിയേറ്ററിലിരുന്ന അപ്പുറത്തെ തിയേറ്ററിലെ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. വെച്ചോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഫോണിന്റെ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പുഷപ്പ് ചെയ്തോട്ടെ സാർ. താൻ വേഗം ഒന്ന് എടുത്ത് തീർക്കാൻ നോക്കാം. സാർ എന്തെങ്കിലും പറ്റിയോ? സാറിന് എന്തെങ്കിലും പറ്റിയോ? എടോ, ഞാനിവിടെ ജോലിക്ക് വന്ന പ്രൊഡ്യൂസറാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ. എന്തോ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് ഒരു പേരില്ലേ സാറേ? അത് ഇഷ്ടമുള്ള പറഞ്ഞോ, മനസ്സിൽ തോന്നുന്നെങ്കിലും പറഞ്ഞോ. ഓക്കെ, ഫോൺ എത്തിക്കണ. ഓക്കെ, ഹലോ, കണ്ണങ്കണ്ടി ജ്വല്ലറി നിങ്ങളെ ചോയ്സ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ സരിതയാണ്. ഓക്കെ സരിത, എവിടുന്നാണ്? ഹലോ, ഹായ്. ഞാൻ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് എവിടെയാ? ഫാറൂഖ് എവിടെയാ? ഫാറൂഖില് സ്റ്റാൻഡിന്റെ അടുത്ത്. സ്റ്റാൻഡിൽ എവിടെയാ? സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരും. സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരുമോ? കല്യാണം കഴിച്ചാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്ത? ഇഷ്ടമല്ല? ഇഷ്ടക്കേടൊന്നുമില്ല. എന്താ ഇഷ്ടക്കേടില്ലാത്ത? അത് ഒന്നും ഒത്തു വന്നിട്ടില്ല. എന്താ ഒത്തു വരാത്ത? കണ്ട എങ്ങനെ ഇരിക്കോ? കണ്ട കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏതെങ്കിലും സിനിമാ നടികളായിട്ട് എന്തെങ്കിലും ഇതുണ്ടാ? മുഖസൈപ്പില് ലൈക്ക്നെസ് ഉണ്ടാ? ഏത് സിനിമ നടിയാ? റീമാ കല്ലിങ്കലിന്റെ ചെറിയൊരു. ഓ, റീമാ കല്ലിമക്കായോ? അല്ല, എനിക്കറിയാം. ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നിക്കുന്നത് റീമാ കല്ലിങ്കലിന്റെ അതേ ഫേസ് കട്ടുള്ള ഒരു കുട്ടി ആക്കൂന്ന്. എനിക്ക് 100% തോന്നിക്കുന്നത്. റീമ പേരെന്താ പറഞ്ഞത്? സരിത കല്ലിങ്കൽ എന്ന് പറഞ്ഞിറങ്ങാലോ. കാണാൻ എങ്ങനെയാ? ഫിഗറൊക്കെ ഓക്കെയാ? എനിക്ക് വിളിക്കാൻ തോന്നുന്നു. ഫോൺ നമ്പർ എനിക്ക് തന്നാളി. ഫോൺ നമ്പർ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സരിത, ഇത് നമ്മുടെ ചാനലൊരു ഡെമോ പ്രോഗ്രാം ആണേ. പുതിയ ആങ്കറിനെ നോക്കുകയാണ്, വേറൊന്നും തോന്നരുതേ. സോറി. ഓക്കെ, താങ്ക് യു. വീണ്ടും വിളിക്കൂല്ലേ ചാനലിലേക്ക്? അതെ എടോ, ഇതൊരു TV പ്രോഗ്രാം അല്ലേ, ആളുകൾ കാണുന്നതല്ലേ. താനീ വിളിക്കുന്ന പെൺപിള്ളേരുടെ ഫോൺ നമ്പർ വെക്കുന്നത് എന്തിനാ? അങ്ങനെ നമ്മള് പെൺകുട്ടികളെ കൊടുത്തിട്ടാലേ ചാനലിലേക്ക് കണക്ഷൻ വന്ന് പെൺകുട്ടികൾ വിളിക്കോളൂ. ആർക്ക് ചാനലിലേക്ക് കണക്ഷൻ ഉണ്ടായ? നല്ല ആളുകൾ കാണാൻ ഇന്ന് വിളിക്കാനുള്ള ഒരു. തനിക്കിത് ശരിയാക്കാൻ പറ്റും? ശാന്തിയുടെയും സമാധാനത്തിന്റെയും. എനിക്കതാണ് വേണ്ടത്. ശാന്തി നമ്മൾ കളഞ്ഞു, സമാധാനം താൻ വേണ്ടെന്ന് പറഞ്ഞു, അതും കളഞ്ഞു. അപ്പൊ വെള്ളരിപ്രാവുകൾ പറക്കുന്ന, കണിക്കൊന്ന പൂക്കുന്ന ഈ ഓണത്തിന്റെ അതാണ് സ്ഥാനം കേട്ടാ. ഇനി ലാസ്റ്റ് ചാൻസ് ആണ്, അധികം സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല. ക്യാമറ റോളിംഗ്. ഓക്കെ സാറ് ഇനിയെങ്കിലും തെറ്റിക്കാണ്ടിരുന്നാ മതി. ഓക്കെ, ഇനി ഇത് സ്പൈക്ക് ചെയ്യണ്ട. ഇത് എന്തിനാണ് എപ്പോഴും സ്പൈക്ക് ചെയ്യുന്നത്? ഇപ്പൊ സ്പൈക്ക് ചെയ്യണമല്ല, പിന്നെ ഇപ്പൊ ശരിക്കും പ്രാർത്ഥിക്കണം. ശരി, ചെയ്. ക്യാമറ റോളിംഗ്, ആക്ഷൻ. വെള്ളരിപ്ലാവല്ലേ സാർ? ആദ്യം വെള്ളരിപ്ലാവാ? വെള്ളരിപ്രാവ് തന്നെ. ഇനി ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓക്കെ, വെള്ളരിപ്രാവുകളെ പറത്തിങ്ങായിട്ട് ക്രിസ്മസിന് ആശംസകൾ നേർന്നുങ്ങായിട്ട്. അല്ല, ഓണം ഉണ്ടല്ലോ. ഓണമല്ലേ സാർ ആദ്യം? ക്രിസ്മസ് ഉണ്ടാ? ക്രിസ്മസ് എവിടെ വരുന്നത്? ക്രിസ്മസ് ഇല്ലല്ലോ, ഓണം അല്ലേ. പിന്നെ ക്രിസ്മസ് എവിടെ നിന്നാണ് വന്നത്? ക്രിസ്മസ് വന്നത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? താനല്ലേ പറഞ്ഞേ? അല്ല, ഇപ്പൊ ഇതെന്ത് മാജിക്കാണ് ഇതിനകത്ത് വന്നത്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ക്രിസ്മസ് അല്ലല്ലോ. ഓണമാണ്, ക്രിസ്മസ് അല്ല. ഓണാണ്. ശരി, ഓക്കെ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളൊക്കെ കട്ട് ചെയ്തില്ലേ? സമാധാനം പോയതല്ലേ? സമാധാനം കട്ട് ചെയ്തു, വെള്ളരിപ്രാവും കട്ട് ചെയ്യണോ? ഓക്കെ, വേണ്ട അല്ലെ വേണ്ട. ഒരു മിനിറ്റ്, പ്രാവ് കളഞ്ഞാളി. പ്രാവ് വേണ്ട. എനിക്ക് ആ മൃഗത്തിനെ ഇഷ്ടമല്ല. എന്നിട്ട് പകരം മറ്റേ കൊന്നപ്പൂ മതി. അപ്പൊ ഇത് ശരിയാവുന്നുള്ളത് ലാസ്റ്റ് ചാൻസ് ആണ്. കുമാർ കുറെ സഹിച്ചോണ്ട് നിൽക്കാണ്.
ഇനി ഒരുപാട് സമയമില്ല. വൺ ചാൻസ് പ്ലീസ്. പുള്ളി ഇപ്പം ഈ വേണം എനിക്ക് എന്നെ ഇപ്പൊ എന്റെ റിലേ പോയി നിൽക്കാണ്. എനിക്ക് എന്തോ ഡിസ്കംഫർട്ട് തോന്നിക്കണം സാറേ. ഇവിടെ സ്റ്റഡ് ഇടാറുണ്ട്, അത് കിട്ടിയില്ല. ഡിസ്കംഫർട്ട് എന്തായിക്കോട്ടെ, തനിക്കിതൊന്ന് പറയാൻ പറ്റുമോ? കൊന്നപ്പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഓണത്തിന് ഓണാശംസ. കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന് ആപ്പിൾ. കൊന്നപ്പൂക്കൾ പൂക്കണ സമൃദ്ധിയുടെ ഓണത്തിന് കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന്റെ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് സാർ കൽക്കിന? ഇതാ താൻ ഷോ എന്ന് പറഞ്ഞേ, ഷോ എന്ന് പറഞ്ഞേ. ഇതിപ്പോ ഒരു ഷോയാണ്, ഷോ എന്നൊന്ന് പറഞ്ഞേ. അതായത് ഇപ്പൊ നമ്മള് ഷോ എന്ന് നമ്മൾ എക്സ്ട്രാ പറഞ്ഞല്ലേ, അത് നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ, അതിനിപ്പോ കുഴപ്പമില്ലല്ലോ. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന്? ഷോ ഇത് ഷോ സോയ ഷോ അല്ല. എന്ത് ഷോ? ഓണത്തിന്റെ ഷോ. സോയ ഷോ എന്ന് പറഞ്ഞില്ല. ഷൂവിന്റെ ഷോ അതല്ലേ പറഞ്ഞു. ഷൂവിന്റെ ഷാ. ഷോ 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 ഷോ. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. നമുക്കിത് പറ്റില്ല. ഇങ്ങനത്തെ ആളെ വെച്ച് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും പ്രസാദ് സാറിനെ വിളിച്ചേക്കാം. സാറേ ഞാനൊന്ന് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പുഷപ്പ് ചെയ്താൽ ശരിയാവും. ശരിയാവും. മറ്റേ വെള്ളരിപ്രാവ് വിളിച്ചേക്കാം. സാറേ സാറേ വെള്ളരിപ്രാവിനെ പറത്താട്ടോ, കുഴപ്പമില്ല. സാറേ പ്രവീണ കുറച്ച് കൊന്നപ്പൂവും കൊണ്ടുവന്നാളി. ഒന്ന് വരുമോ സാറേ? സാറ് പറഞ്ഞു വിട്ട ആളിവിടെ ഉണ്ട്. ശരി സാർ. ഓക്കെ സാർ, ഒരു ചാൻസ് കൂടി. ലാസ്റ്റ് ചാൻസാ. പ്രസാദ് സാറ് പോരും. എന്റെ നിൽക്കല്ലേ തോന്നുന്നു. എനിക്ക് തോന്നിക്കുന്നത് എവിടെയോ തെറ്റ് പറ്റിക്കുന്നത്. അത് നമ്മൾ ആദ്യം മൊത്തം തെറ്റി. മൊത്തം തെറ്റിക്കുന്നത്. എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ അത് ഡയലോഗ് കട്ട് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ആദ്യം മുതൽ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാലാ? നോക്കട്ടെ, എന്തെങ്കിലും കാണിക്കേ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുള്ള പാർട്ടിങ്ങായിട്ട് വീണ്ടും ഒരു ഓണം വന്നിരിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ശരിയല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് മോർണിംഗ് സാർ. സാറേ നമ്മളിപ്പോ പുള്ളിയെ ഒന്ന് നോക്കി, പക്ഷെ ഒന്നും ശരിയാവണില്ല. ഡയലോഗ് ഒന്നും ശരിയാവണില്ല. സുഖം വരണില്ല. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം സാർ, അസലായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഓർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ഭാഷ പറയുമ്പോൾ ഓല് പറയുന്നു എന്താണ്, എവിടെയാണ് വീട്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള ഷോയിലൊക്കെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ സാർ വേണ്ടത്? നമ്മൾ നന്നായി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കേട്ടാൽ ഇതിൽ എന്തായാലും കുഴപ്പമുണ്ട് സാർ പറഞ്ഞാലേ. ജസ്റ്റ് ഞാൻ പെർഫോം ചെയ്യട്ടെ സാറേ, നിങ്ങൾ മാറിയെന്നല്ലേ. ഓക്കെ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുള്ള പാർട്ടിങ്ങേറ്റ് സാമർത്ഥ്യത കാണിക്കുന്ന പോത്തിങ്ങേറ്റ് വീണ്ടും ഒരു വാള ബന്ധിക്കുന്ന. ഓ നന്നായി പറഞ്ഞിരിക്കണ്ട. 10,000 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കിട്ടിയ മുത്ത ഈ ഒന്നാടി പറഞ്ഞാൽ മുത്ത കാട്ടിട്ട് മതിയാവില്ല. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുള്ള പാർട്ടിങ്ങേറ്റ് വീണ്ടും ഒരു വാള വന്നിരിക്കുന്ന.